നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ പൂരം നടത്തും. ആചാരങ്ങൾക്കും മേളങ്ങൾക്കും മാറ്റമില്ല. കുടമാറ്റത്തിന്റെ സമയദൈർഘ്യം കുറച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 10 മൊബൈൽ ഫോൺ അവശിഷ്ടങ്ങളും കണ്ടെത്തി. 28 ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയച്ചു. കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനഗറിൽ വൈദ്യുത ട്രാൻസ്ഫോർമർ കത്തി നശിച്ചു. അമിത വൈദ്യുതി ഉപയോഗത്തെ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വൈകാരിക കുറിപ്പുമായി ഫോറൻസിക് സർജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ നിന്ന് ലഭിച്ച മനുഷ്യ ശരീരഭാഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന മൃതദേഹങ്ങൾക്ക് സമാനമായ രീതിയിലെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ കാണാതായ തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരീഷിന്റെ അമ്മ ഗൗരി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നു. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ കഴിയുന്ന 4 പേരിൽ ഒരാളുടെ നില മെച്ചപ്പെട്ടു. വിഷ്ണുവിന്റെ ആരോഗ്യനിലയിലാണ് പുരോഗതിയുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നെയ്മല ഇടിഞ്ഞ സംഭവം തങ്ങളെ അറിയിച്ചിരുന്നില്ലെന്ന് വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി. ക്ഷേത്രത്തിലെ പൂജാരിമാർ തന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും തന്ത്രി പ്രതിവിധി നിർദ്ദേശിച്ചതായി അറിയാൻ കഴിഞ്ഞതായും സമിതി സെക്രട്ടറി KA മനോജ് കുമാർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരൻ അനൂഷിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങിയതായും കൈകാലുകൾ ചലിപ്പിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദ്രവ്യകലശാഭിഷേകം നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാരോപിച്ച് LDF പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSK തൃശൂർ DPO KB ബ്രിജി ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജന്മദിനാചരണവും ധന്യൻ ജോസഫ് ഇതയത്തലിന്റെ അനുസ്മരണവും ഞായറാഴ്ച നടക്കും. രാവിലെ 9:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കാർമ്മികനാകും. സാധാരണക്കാരായ ജനങ്ങൾക്ക് പഞ്ചായത്ത് സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവല്ലോമല പഞ്ചായത്തിലെ 9ാം വാർഡിൽ ആരംഭിച്ച സേവാഗ്രാം ഗ്രാമകേന്ദ്രം അധികൃതരുടെ അവഗണനയിൽ നശിക്കുന്നു. പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാതെ തന്നെ പ്രാദേശികമായ സർട്ടിഫിക്കറ്റുകളും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പാക്കുക എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിത്രരചനാ ക്യാമ്പ് സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപിടിക ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്തമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. മേൽശാന്തി കലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 6ാമത് വേലൂർ ഗ്രാമകം നാടക പുരസ്കാരം നാടകരചയിതാവും സംവിധായകനുമായ വാസൻ പുത്തൂരിന് സമർപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പഴയന്നൂർ പൊറ്റയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാവർട്ടി തിരുനാൾ സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ തിരുനടയ്ക്കൽ മേളം ശനിയാഴ്ച രാത്രി 8-ന് തീർത്ഥകേന്ദ്രം തിരുമുറ്റത്ത് അരങ്ങേറും. തിരുനാൾ സൗഹൃദ വേദിയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് കുറ്റൂർ ദീപക്കും 101 കലാകാരന്മാരും അണിനിരക്കുന്ന തിരുനടയ്ക്കൽ മേളമാണ് വിശുദ്ധന്റെ സന്നിധിയിൽ അവതരിപ്പിക്കുന്നത്. തൃശൂർ ശക്തൻ നഗറിൽ ആകാശപാതയുടെ ഭാഗമായി നിർമ്മിച്ച മീഡിയനുകൾ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കി. LDF കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മീഡിയനുകൾ പുനഃസ്ഥാപിച്ചു. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം റെയ്ഡ് നടത്തി. 17 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം 3 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെ റെഡ് സന്നദ്ധ സേനയുടെ പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി രക്തദാനം നടത്തി. ജോയിന്റ് കൌൺസിൽ നേതാക്കളായ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ VV ഹാപ്പി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ഹരീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാസ്റ്റർ പ്ലാനും ബ്ലൂ പ്രിന്റും പുനരധിവാസ പാക്കേജുമില്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റും ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ തടയുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ. സെന്റിന് 1 കോടി രൂപ നൽകാതെ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും B ഗോപാലകൃഷ്ണൻ.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.